140 കോടി കത്തോലിക്കരുടെ ആത്മീയ ആചാര്യനായി, ഇടയന്മാരുടെ ഇടയനായി, അങ്ങനെ ലോകത്തിന്റെ മനസ്സാക്ഷിയുടെ ശബ്ദമായി അമേരിക്കക്കാരനും പെറുവിൽ പൗരത്വം ഉള്ളവനുമായ കർദിനാൾ ജോസഫ് ഫ്രാൻസിസ് പ്രവോസ്റ്റ് 2025 മെയ് 8-ന് തിരഞ്ഞെടുക്കപ്പെട്ടു. മെയ് 11-ന് വത്തിക്കാനിൽ നടന്ന അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം വീക്ഷിക്കുവാൻ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ 50ഓളം രാജ്യങ്ങളുടെ തലവന്മാരും നിരവധി രാജകുടുംബാംഗങ്ങളും 100-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതിനിധി സംഘങ്ങളും 3 ലക്ഷത്തിലേറെ വിശ്വാസികളും പങ്കെടുത്തു. സ്ഥാനാരോഹണ ശുശ്രൂഷയിൽ ലോകമെങ്ങുമുള്ള ജനകോടികൾ ടെലിവിഷനിലൂടെയും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും പങ്കെടുത്തു. സാധാരണ മാർപ്പാപ്പമാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഒരു പരിസ്ഥിതി മാനസാന്തരത്തിനു വേണ്ടി ലോകത്തെ ഉണർത്തിയ മഹത്തായ പ്രവാചകനായിരുന്നു അദ്ദേഹത്തിന്റെ മുൻഗാമി അർജന്റീനയിൽ നിന്നുള്ള ബെർഗോഗ്ലിയോ പാപ്പ. മനുഷ്യന്റെ സ്വാർത്ഥത മൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി വിനാശത്തിലൂടെ നശിച്ചുകൊണ്ടിരിക്കുന്ന, അധിവാസ യോഗ്യമല്ലാതാകുന്ന പ്രപഞ്ചത്തിനു വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ നിലവിളി കേട്ട ലോകം ചോദിച്ചു, ഇങ്ങനെയും ഒരു പാപ്പയോ? നാടുവിട്ട് പലായനം ചെയ്യേണ്ടി വരുന്ന അഭയാർത്ഥികൾക്കു വേണ്ടിയും പാർശ്വവൽക്കരിക്കപ്പെടുന്ന എല്ലാവർക്കു വേണ്ടിയും അദ്ദേഹം നടത്തിയ മുറവിളികൾ ലോകത്തെ ചില്ലറയല്ല അസ്വസ്ഥപ്പെടുത്തിയത്. യുദ്ധമല്ല, സംവാദമാണ് വഴി എന്നും സഭയിൽ പോലും ഏകാധിപത്യമല്ല, സിനഡാലിറ്റിയാണ് മാർഗമെന്നും അദ്ദേഹം പറഞ്ഞത് പിടിക്കാത്തവർ ഏറെയുണ്ടായിരുന്നു. സിനഡാലിറ്റി എന്നാൽ എല്ലാവരും ഹൃദയം തുറന്ന് അഭിപ്രായം പറയുകയും ആ അഭിപ്രായങ്ങളിൽ ഏതാണ് ദൈവഹിതം എന്ന് പ്രാർത്ഥനയോടെ വിവേചിച്ച് കണ്ടെത്തുന്നതും ആണെന്ന അദ്ദേഹത്തിന്റെ വ്യാഖ്യാനവും പലർക്കും പിടിച്ചില്ല. സിനഡാലിറ്റി എന്നാൽ ജനാധിപത്യ ജീവിതക്രമത്തിലെ പോലെ ഭൂരിപക്ഷം നോക്കി തീരുമാനം എടുക്കുന്നതല്ല എന്ന് അദ്ദേഹം കൃത്യമാക്കി. പകരം ദൈവഹിതം കണ്ടെത്തി നടപ്പാക്കുന്നതാണ്. ദൈവകരുണയുടെ മഹാവാക്താവായിരുന്ന അദ്ദേഹം അതിന്റെ പേരിലും തെറ്റിദ്ധരിക്കപ്പെട്ടു. എല്ലാ പ്രവാചകന്മാരെയും പോലെ അദ്ദേഹത്തെയും മനസ്സിലാക്കുവാൻ ഒപ്പമുള്ളവർ ക്ലേശിച്ചു. എന്നാൽ 2025 ഈസ്റ്റർ ദിനമായിരുന്ന ഏപ്രിൽ 20-ന് വത്തിക്കാൻ മട്ടുപ്പാവിൽ നിന്നും ലോകത്തെയും നഗരത്തെയും ആശീർവദിച്ച അദ്ദേഹം ഏപ്രിൽ 21-ന് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടപ്പോൾ ലോകം ഒരു മനസ്സോടെ പറഞ്ഞു, അദ്ദേഹം സത്യമായും ഒരു പ്രവാചകനായിരുന്നു. സഭയുടെ 266-ാമത് പാപ്പ കടന്നുപോയപ്പോൾ അടുത്ത പാപ്പയ്ക്ക് വേണ്ടി സഭ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വിസ്മയകരമായ ഒരു പ്രവൃത്തിക്കു കൂടി അങ്ങനെ ലോകം സാക്ഷിയായി. കത്തോലിക്ക സഭയുടെ വലിയ മുക്കുവനായിരുന്ന ഫ്രാൻസിസ് പാപ്പ കാലം ചെയ്ത് 18-ാം ദിനത്തിൽ 2025 മെയ് 8-ന് ലോകത്തിലെ 106 രാജ്യങ്ങളിൽ നിന്നും വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ ഒത്തുകൂടിയ പരസ്പരം അറിയാത്ത സഭയുടെ രാജകുമാരന്മാർ അമേരിക്കയിൽ നിന്നുള്ള പെറുവിൻ പൗരത്വമുള്ള കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റിനെ ഒരു പൂവ് വിരിയുന്ന സൗകുമാര്യത്തോടെ പുതിയ മാർപ്പാപ്പയായി തിരഞ്ഞെടുത്തു. വിശുദ്ധ പത്രോസിന്റെ 267-ാമത് പിൻഗാമിയായി സ്ഥാനം ഏൽക്കാമെന്നും ലെയോ 14-ാമൻ എന്നായിരിക്കും താൻ അറിയപ്പെടുക എന്നും അദ്ദേഹം അറിയിച്ചതോടെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയായി. പഴയ നിയമത്തിലെ ദാവീദ് രാജാവിനെ പോലെയാണ് ലെയോ പാപ്പ വരുന്നത്. അന്ന് ദൈവം സാവൂളിന് പകരം ഇസ്രായേലിന് പുതിയ രാജാവിനെ നിയോഗിക്കുവാൻ തീരുമാനിച്ചു. അവിടുന്ന് പുതിയ രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ സാമുവേൽ പ്രവാചകനോട് ആവശ്യപ്പെട്ടു. ജെസ്സിയുടെ മക്കളിൽ ഒരുവൻ എന്നല്ലാതെ ആരാണ് പുതിയ രാജാവ് എന്ന് ദൈവം പ്രവാചകനോടും കൃത്യമായി പറഞ്ഞില്ല. സാമുവേൽ പ്രവാചകൻ അഭിഷേക തൈലവുമായി ജെസ്സയുടെ നഗരമായ ബെത്ലഹേമിലെത്തി. താൻ കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നതാണെന്നും ജെസ്സയോടും മക്കളോടും ബലിയർപ്പണത്തിൽ പങ്കുചേരണമെന്നും പ്രവാചകൻ ആവശ്യപ്പെട്ടു. ജെസ്സയുടെ മക്കളിൽ ഏലിയാബിനെ കണ്ടപ്പോൾ അവനാകും പുതിയ രാജാവ് എന്ന് സാമുവേൽ കരുതി. അല്ല, ദൈവം പറഞ്ഞു. മനുഷ്യൻ കാണുന്നതല്ല ദൈവം കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ജെസ്സെ അടുത്ത പുത്രൻ അബിനാദാബിനെ കൊണ്ടുവന്നു. കർത്താവ് പറഞ്ഞു, അല്ല, ഇവനല്ല. ജെസ്സെ ഉടൻ ഷമ്മയെ വരുത്തി. അല്ല, നഥാനിയേൽ വന്നു. റദ്ദായി വന്നു. ഒസേം വന്നു. അവൻ തന്റെ 6 പുത്രന്മാരെയും വരുത്തി. അവർ ആരെയും അല്ല എന്ന് ദൈവം പറഞ്ഞു. എല്ലാ പുത്രന്മാരുമായോ എന്ന് സാമുവേൽ ചോദിച്ചു. ഇല്ല, ഇളയ മകനുണ്ട്. അവൻ ആടുകളെ മേയ്ക്കാൻ പോയതാണ്. അവനെ വരുത്തുക, പ്രവാചകൻ കൽപ്പിച്ചു. അതിനുശേഷം ഭക്ഷണം, അദ്ദേഹം പറഞ്ഞു. ജെസ്സെ അവനെ വരുത്തി. കർത്താവ് കൽപ്പിച്ചു, എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക. സാമുവേൽ അവനെ അഭിഷേകം ചെയ്തു. കത്തോലിക്ക സഭയുടെ 267-ാമത് വലിയ മുക്കുവനായി ദൈവം അതുപോലെ ഒരാളെ ഒരുക്കിയിരുന്നു.
ആരും പ്രതീക്ഷിക്കാത്ത ഒരാൾ. ഫ്രാൻസിസ് പാപ്പ കാലം ചെയ്തതോടെ അതാരാവും എന്ന ചിന്ത സജീവമായി. നിരീക്ഷകർ പലരെയും പ്രവചിച്ചു. ഫ്രാൻസിസ് പാപ്പയുടെ ഏറ്റവും വിശ്വസ്തനായ സ്റ്റേറ്റ് സെക്രട്ടറി 70-കാരനായ ഇറ്റലിക്കാരനായ കർദിനാൾ പിയത്രോ പരോളിനായിരുന്നു നിരീക്ഷകരുടെ ഒന്നാം സ്ഥാനാർത്ഥി. യുക്രൈൻ യുദ്ധവിഷയത്തിൽ ഫ്രാൻസിസ് പാപ്പയുടെ ദൂതനായി പ്രവർത്തിച്ച ഇറ്റലിയിലെ ബൊളോഞ്ഞയിലെ ആർച്ച് ബിഷപ്പും ഇറ്റാലിയൻ ബിഷപ്സ് കോൺഫറൻസ് അധ്യക്ഷനുമായ 69-കാരൻ മാത്യോ സൂപ്പിയുടെ പേരാണ് അടുത്തതായി ഉയർന്നത്. കുടിയേറ്റക്കാർക്കും ദരിദ്രർക്കും വേണ്ടി നിൽക്കുന്നവൻ. മൂന്നാമതായി ഉയർന്നു വന്ന പേര് ഫ്രാൻസിലെ മാർസെ മെത്രാപ്പൊലിത്തയായ അർജന്റീനയിൽ ജനിച്ച 66-കാരൻ കർദിനാൾ ജോൺ മാർക്ക് അവലിനായിരുന്നു. സ്പെയിനിലെ ബാർസലോണ ആർച്ച് ബിഷപ്പ് 79-കാരൻ കർദിനാൾ യുവാൻ ഹോസെ ഒമയ്യ, മെത്രാൻമാരുടെ സിനഡിന്റെ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന മാൾട്ട സ്വദേശി 68-കാരൻ കർദിനാൾ ഗ്രെഗ്, ലക്സംബർഗിലെ ആർച്ച് ബിഷപ്പ് 66-കാരനായ കർദിനാൾ ജോൺ ക്ലോഡ് ഹോൾറിച്ച് എന്നിവർക്കൊപ്പം ഫ്രാൻസിസ് പാപ്പയുടെ വിമർശകനായ കോങ്ങോയിലെ കിൻഷാസ ആർച്ച് ബിഷപ്പ് 65-കാരനായ കർദിനാൾ പിഡ്രോലിൻ അംബോങ്കോ ബെസുങ്ങു, ആഫ്രിക്കയിലെ ഘാനയിൽ നിന്നുള്ള കർദിനാൾ 76-കാരനായ പീറ്റർ കോദുവോ അപ്പിയോ ടർക്കൻസൺ, ഫിലിപ്പീൻസിലെ മനിലയിലെ മുൻ ആർച്ച് ബിഷപ്പ്, സുവിശേഷവൽക്കരണത്തിനുള്ള വത്തിക്കാൻ കാര്യാലയത്തിന്റെ പ്രിഫെക്ട് 67-കാരനായ ലൂയിസ് ആന്റോണിയോ ടാക്ലെ, ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കീസ് ഫ്രാൻസിസ്കൻ സന്യാസിയുമായ 60-കാരൻ കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസബെല്ല, അമേരിക്കയിലെ ന്യൂയോർക്ക് അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത റിഡംറ്ററിസ്റ്റ് സന്യാസിയായ 72-കാരൻ കർദിനാൾ ജോസഫ് വില്യം ടോബിൻ എന്നീ പേരുകളാണ് പാപ്പാ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നത്. ഇറ്റാലിയൻ ഭാഷയിൽ പാപ്പാബിലെ എന്നാണ് ഇങ്ങനെ കണക്കാക്കുന്നവരെ വിളിക്കുക. കോൺക്ലേവിൽ പങ്കെടുക്കുന്ന 33 സന്യാസിനികളെ കുറിച്ച് വാർത്തകളിലും അഗസ്റ്റീനിയൻ സഭയോ സഭാംഗമായ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റിനെയോ ആരും ശ്രദ്ധിച്ചില്ല. വോട്ടവകാശമുള്ള കർദിനാൾമാരിൽ ഫ്രാൻസിസ്കൻ സഭ, ഈശോ സഭ എന്നീ സമൂഹങ്ങളിൽ നിന്നും 4 പേർ വീതവും, ഡൊമിനിക്കൻ സഭ, ഡിവൈൻ വേർഡ് സഭ, റിഡംറ്ററിസ്റ്റ് സഭകളിൽ നിന്നും 2 പേർ വീതവും ഉണ്ടെന്ന കാര്യം മാത്രമാണ് മാധ്യമങ്ങൾ ശ്രദ്ധിച്ചത്. മെയ് 8-ന് സിസ്റ്റൈൻ ചാപ്പലിൽ നിന്നും വെളുത്ത പുക പുറത്തു വന്നപ്പോൾ പോലും ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ സഭാ സർക്കിളുകളിൽ പോലും ഒരു പ്രചരണം വന്നു. ഫിലിപ്പീൻസിലെ മനിലയിലെ മുൻ ആർച്ച് ബിഷപ്പ്, സുവിശേഷവൽക്കരണത്തിനുള്ള വത്തിക്കാൻ കാര്യാലയത്തിന്റെ പ്രിഫെക്ട് 67-കാരനായ ലൂയിസ് ആന്റോണിയോ ടാഗ്ലെയാണ് പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന്, അദ്ദേഹം ലൂയിസ് ഒന്നാമൻ എന്ന പേര് സ്വീകരിച്ചു എന്നും, എന്നാൽ ദൈവം ലോകത്തിന്റെ കണ്ണുകളിൽ നിന്നും ജെസ്സയുടെ മകൻ ദാവീദിനെ പോലെ ഒളിച്ചുവെച്ച ഒരാളുണ്ടായിരുന്നു. അഗസ്റ്റീനിയൻ സന്യാസിയായ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റിനെ അഗസ്റ്റീനിയൻ സഭയുടെ പ്രയർ ജനറൽ ആയിരുന്നതുകൊണ്ട് പ്രൊവോസ്റ്റ് അച്ഛൻ ജോൺ പോൾ 2-ാമൻ പാപ്പയുമായും ബെനഡിക്ട് പാപ്പയുമായും ഫ്രാൻസിസ് പാപ്പയുമായി കൂടിക്കണ്ടിട്ടുണ്ട്. അതിന്റെ ചിത്രങ്ങൾ അദ്ദേഹം ആദരവോടെ സൂക്ഷിക്കുന്നുണ്ട്. ഫ്രാൻസിസ് പാപ്പ വലിയ മുക്കുവനായപ്പോൾ പ്രൊവോസ്റ്റ് അച്ഛൻ അഗസ്റ്റീനിയൻ സന്യാസ സഭയുടെ പ്രയർ ജനറലായിരുന്നു. 2013-ൽ ആ ശുശ്രൂഷയുടെ കാലം പൂർത്തിയായപ്പോൾ അദ്ദേഹം മിഷണറി പ്രവർത്തനത്തിന് തന്റെ പ്രിയപ്പെട്ട പെറുവിലേക്ക് തീക്ഷ്ണതയോടെ മടങ്ങി. അമേരിക്കൻ പൗരനായ അദ്ദേഹം മിഷണറി തീക്ഷ്ണത കൊണ്ട് 2015-ൽ പെറുവിലെ പൗരത്വം സ്വീകരിച്ചു. അവന്റെ മിഷണറി തീക്ഷ്ണത കണ്ട ദൈവം അവനെ വലിയ കാര്യങ്ങൾക്കായി തിരഞ്ഞെടുത്തു. പോപ്പ് ഫ്രാൻസിസ് 2014-ൽ തന്നെ റോബർട്ടിനെ വിളിച്ച് അപ്പസ്തോലന്മാരുടെ ഗണത്തിൽ ചേർത്തു. സുഫാറിലെ സ്ഥാനിക മെത്രാപ്പൊലിത്തയും പെറുവിലെ ചിക്കലായോ രൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും ആക്കി. 2015-ൽ ചിക്കലായോയിലെ മെത്രാനാക്കി. 2020-ൽ വൈദികർക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രിയിൽ അംഗമാക്കി. കല്ലാവോ രൂപതയുടെ കൂടി അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും ആക്കി. 2023-ൽ വത്തിക്കാനിലേക്ക് വിളിച്ച് ബിഷപ്പുമാരുടെ നിയമനത്തിനുള്ള ഡിക്കാസ്ട്രിയുടെ പ്രീഫെക്ടാക്കി. 2023-ൽ തന്നെ കർദിനാളാക്കി. സുവിശേഷവൽക്കരണം, വിശ്വാസം, പൗരസ്ത്യ സഭകൾ, വൈദികർ, സന്യാസ സമൂഹങ്ങൾ, സംസ്കാരം, വിദ്യാഭ്യാസം, നയാമിക രേഖകൾ എന്നീ ഡിക്കാസ്ട്രികളിലും വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിനുള്ള പൊന്തിഫിക്കൽ കൗൺസിൽ എന്നിവയിലും അംഗമായി നിയമിച്ചു. 2023 മുതൽ ഫ്രാൻസിസ് പാപ്പ നടത്തിയ എല്ലാ ശ്ലൈഹിക യാത്രകളിലും ഒപ്പം കൊണ്ടുപോയി പരിശീലിപ്പിച്ചു. 2025 ഏപ്രിൽ 21-ന് ഫ്രാൻസിസ് പാപ്പ കാലം ചെയ്തപ്പോൾ ഉണ്ടായ വലിയ മുക്കുവന്റെ ഒഴിവിലേക്ക് ദൈവം അദ്ദേഹത്തെ ഉയർത്തി. എല്ലാവരെയും കാൾ അധികമായി യേശുവിനെ സ്നേഹിക്കുന്നവനാണ് റോബർട്ട് എന്ന് സാക്ഷ്യപ്പെടുത്തി. വാസ്തവത്തിൽ ഫ്രാൻസിസ് പാപ്പ കണ്ടെത്തി ദൈവം അഭിഷേകം ചെയ്ത ദൈവദാസനാണ് ലയോ മാർപ്പാപ്പ.
അങ്ങനെ 2025 ഏപ്രിൽ 21 ഫ്രാൻസിസ് പാപ്പ കാലം ചെയ്തതോടെ ദൃശ്യതലവൻ ഇല്ലാതായ ദൈവത്തിന്റെ സഭയ്ക്ക് തലവനും പിതാവുമായി. പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിന് വോട്ടവകാശമുള്ള 134 കർദിനാൾമാരിൽ 133 പേർ പങ്കെടുത്ത കോൺക്ലേവ് 2025 മെയ് 7 ഉച്ച കഴിഞ്ഞാണ് ആരംഭിച്ചത്. വോട്ടവകാശമുള്ള 135 കർദിനാൾമാരിൽ സ്പെയിനിൽ നിന്നുള്ള അന്റോണിയോ കനിസറസും കെനിയയിൽ നിന്നുള്ള ജോൺജുവയെയും ആരോഗ്യ കാരണങ്ങളാൽ കോൺക്ലേവിൽ സംബന്ധിച്ചില്ല. യൂറോപ്പിൽ നിന്നുള്ള 53 കർദിനാൾമാരും വടക്കേ അമേരിക്കയിൽ നിന്നുള്ള 15 പേരും മധ്യ അമേരിക്കയിൽ നിന്നുള്ള 4 പേരും തെക്കേ അമേരിക്കയിൽ നിന്നുള്ള 17 പേരും ആഫ്രിക്കയിൽ നിന്നുള്ള 18 പേരും ഏഷ്യയിൽ നിന്നുള്ള 23 പേരും ഓഷ്യാനയിൽ നിന്നുള്ള 4 പേരും ചേർന്നതായിരുന്നു ഇലക്ട്രൽ കോളേജ്. സഭയിൽ ജീവിച്ചിരിക്കുന്ന 251 കർദിനാൾമാരിൽ 80 വയസ്സ് കഴിയാത്തവർക്കാണ് വോട്ടവകാശം ഉള്ളത്. ഇവരിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ കർദിനാൾമാരാക്കിയ 41 പേരുണ്ട്. അവരിൽ 5 പേർക്ക് വോട്ടവകാശമുണ്ട്. ബെനഡിക്ട് 16 പാപ്പ കർദിനാൾമാരാക്കിയ 62 പേരുണ്ട്. അവരിൽ 22 പേർക്കാണ് വോട്ടവകാശം. ബാക്കി 148 പേരെ കർദിനാൾമാരായി ഉയർത്തിയത് ഫ്രാൻസിസ് പാപ്പയാണ്. അവരിൽ 107 പേർക്കായിരുന്നു വോട്ടവകാശം. ഇവരിൽ പലരും പരസ്പരം അറിയുന്നവർ പോലും അല്ല എന്നതാണ് വിസ്മയം. ആദ്യ വോട്ടെടുപ്പ് മെയ് 7 ആരും തെരഞ്ഞെടുക്കപ്പെട്ടില്ല. വോട്ട് ചെയ്യുന്ന കർദിനാൾമാരിൽ 2 ഭാഗം തങ്ങളിൽ ഈശോയെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ആരെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതുവരെ വോട്ടെടുപ്പ് തുടരും. വോട്ടെടുപ്പ് നടക്കുന്ന സിസ്റ്റൈൻ ചാപ്പലിലെ ചിമിനിയിൽ നിന്നും വരുന്ന പുകയുടെ നിറം നോക്കിയാണ് ലോകം തെരഞ്ഞെടുപ്പ് വിവരം അറിയുന്നത്. മെയ് 7 ഇന്ത്യൻ സമയം രാത്രി 12:30 സിസ്റ്റൈൻ ചാപ്പലിലെ ചിമിനിയിൽ നിന്നും ആദ്യ അറിയിപ്പ് വന്നു. കറുത്ത പുക, അതായത് 2 വോട്ട് ആർക്കും ലഭിച്ചില്ല. പിറ്റേന്ന് ഇറ്റാലിയൻ സമയം രാവിലെ 7:15 സാന്താ മാർത്തയിൽ നിന്നും അപ്പസ്തോലിക കൊട്ടാരത്തിലേക്ക് കർദിനാൾമാർ എത്തി. വിശുദ്ധ പൗലോസിന്റെ ചാപ്പലിൽ രാവിലെ 8:15 പ്രഭാത പ്രാർത്ഥന, വിശുദ്ധ കുർബാന, തുടർന്ന് സിസ്റ്റൈൻ ചാപ്പലിൽ 9:15 രണ്ടാം യാമ പ്രാർത്ഥന, വോട്ടെടുപ്പ്. ഫലം പ്രഖ്യാപിക്കാനായില്ല. എങ്കിലും ഇക്കുറി കറുത്ത പുക ഉയർത്തിയില്ല. ഉച്ചയ്ക്ക് മുമ്പ് രണ്ടാമത്തെ വോട്ടെടുപ്പ് നടന്നു. അറിയിപ്പായി ഇന്ത്യൻ സമയം 11:51 സിസ്റ്റൈൻ ചാപ്പലിലെ ചിമ്മിനിയിൽ നിന്നും കറുത്ത പുകയാണ് വന്നത്. കർദിനാൾമാർ ഉച്ചയ്ക്ക് 12:30 ഉച്ചഭക്ഷണത്തിന് സാന്താ മാർത്തയിലേക്ക് പോയി. ഉച്ചകഴിഞ്ഞ് 3:45 തിരിച്ചെത്തി. വൈകുന്നേരം 4:30 ഇന്ത്യൻ സമയം രാത്രി 8 രണ്ടാം ദിവസത്തിലെ 3ാമത്തെ വോട്ടെടുപ്പ് നടന്നു. ഈ കോൺക്ലേവിലെ തന്നെ 4ാമത്തെ വോട്ടെടുപ്പ്. ഇക്കുറി വെളുത്ത പുക ഉയർന്നു. ബസിലിക്കയിലെ മണികൾ മുഴങ്ങി. സ്വിസ് ഗാർഡുകൾ ചത്തുരത്തിനും ചുറ്റും ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ പരേഡ് നടത്തി. വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ ഒത്തുകൂടിയ ജനം ആഹ്ലാദാരവം മുഴക്കി. രാത്രി 7 ഇന്ത്യൻ സമയം രാത്രി 10 വത്തിക്കാൻ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ കർദിനാൾ തിരുസംഘത്തിന്റെ പ്രോട്ടോഡീക്കൻ കർദിനാൾ ഡൊമിനിക് മാമ്പർട്ടി പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം പ്രഖ്യാപിച്ചു, മഹത്തായ സന്തോഷവാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നമുക്ക് പാപ്പയെ ലഭിച്ചു. അമേരിക്കയിൽ നിന്നുള്ള കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ്. അദ്ദേഹം ലയോ 14 എന്ന നാമം സ്വീകരിച്ചിരിക്കുന്നു. ലോകം അത്ഭുതത്തോടെ പരസ്പരം നോക്കി. ആരാണ് പ്രവോസ്റ്റ്? മെത്രാന്മാർക്കായുള്ള വത്തിക്കാൻ കാര്യാലയത്തിന്റെ പ്രിഫെക്ട്. വടക്കേ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പാപ്പ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പാപ്പ. പ്രഥമ അഗസ്റ്റീനിയൻ പാപ്പ. ഒരു അമേരിക്കക്കാരൻ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ രാജ്യം മുഴുവൻ അഭിമാനിക്കുന്നു എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അമേരിക്കയ്ക്ക് ലഭിച്ച ബഹുമതിയാണത്, അദ്ദേഹം അവകാശപ്പെട്ടു. തുടർച്ചയായി 3ാം തവണയാണ് കോൺക്ലേവിന്റെ 2ാം ദിവസം മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2013 ഫ്രാൻസിസ് പാപ്പ 2ാം ദിവസം നടന്ന 5ാമത് വോട്ടെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 2005 ബെനഡിക്ട് 16 2ാം ദിവസം നടന്ന 4ാം റൗണ്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 1978 ജോൺ പോൾ രണ്ടാമൻ കോൺക്ലേവിന്റെ 3ാം ദിവസം നടന്ന 8ാം റൗണ്ടിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. 2ാം ലോക മഹായുദ്ധകാലത്ത് 1939 പിയൂസ് 12 കോൺക്ലേവിന്റെ ആദ്യ ദിവസം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. കാലം ചെയ്ത പിയൂസ് 11 കാലത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കർദിനാൾ യൂജിനോ പച്ചലിയാണ് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടത്. 1503 ഒക്ടോബറിൽ നടന്ന കോൺക്ലേവ് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയ ചരിത്രമുണ്ട്. ജൂലിയസ് രണ്ടാമനാണ് പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 1261 ഒരു കോൺക്ലേവ് 3 മാസം ദീർഘിച്ച ചരിത്രമുണ്ട്.
1264 5 മാസം എടുത്തു. 1268 കോൺക്ലേവ് 3 വർഷം നീണ്ടു. ജോൺ 22 തിരഞ്ഞെടുക്കപ്പെട്ടത് ഇവിടെയാണ്. 1415 മുതൽ 17 വരെ നടന്ന കോൺക്ലേവിലാണ് മാർട്ടിൻ 5 പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈശോയുടെ കാലാതീതമായ സുവിശേഷത്തിന്റെ പ്രഘോഷണത്തിന് കാലികമായ നേതൃത്വം നൽകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് മാർപ്പാപ്പ എന്നതുകൊണ്ട് ഓരോ പാപ്പയുടെയും കാലഘട്ടം സഭയെയും ലോകത്തെയും സംബന്ധിച്ച് ഒരു യുഗമായി മാറുന്നു. സഭയുടെ അമരക്കാരനായിരുന്നു കൊണ്ട് ലോകത്തിന്റെ മനസാക്ഷിയെ വല്ലാതെ സ്വാധീനിച്ച ബെർഗോഗ്ലിയോ പാപ്പയാണ് ഏറ്റവും പുതിയ ഉദാഹരണം. ലോകം മറന്നുപോയ എത്ര കടമകളാണ് അദ്ദേഹം ലോകത്തെ ഓർമ്മിപ്പിച്ചത്. അധിനിവാസ യോഗ്യമല്ലാതാകുന്ന ഭൂമി, കരുണ അവകാശപ്പെടുന്ന അഭയാർത്ഥികൾ, വിനാശകരമായ വലിച്ചെറിയൽ സംസ്കാരം. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് ലോകം വല്ലാതെ ഞെരിപ്പിരി കൊണ്ടിട്ടുണ്ട്. മാനസാന്തരത്തിന്റെ ആവശ്യം മനസ്സിലാക്കിയ എത്രയോ വിഷയങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെ പുതിയ പാപ്പയുടെ സമീപനങ്ങൾ അറിയുവാൻ കാത്തിരുന്ന ലോകം ഏറെ കൗതുകം കാണിക്കുന്നു. അതിനായി ലോകം ആദ്യം തേടിയത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള അവന്റെ ശ്ലൈഹിക മുദ്രാവാക്യമാണ്. അവനിൽ ഒരുവനും നാം പലരും എന്നല്ല, പലരായിരിക്കുന്ന നാം ഏകനായ അവനിൽ ഒന്നാണ് എന്നായിരുന്നു അത്. ഐക്യത്തിന്റെ വക്താവാണ് പുതിയ പാപ്പ എന്ന് വ്യക്തം. പുതിയ പാപ്പയുടെ ആദ്യത്തെ ഉർബി എത് ഓർബി പ്രസംഗത്തിന് ലോകം കാതോർത്തു. മെയ് 8 വ്യാഴാഴ്ച രാത്രി വത്തിക്കാൻ കൊട്ടാരത്തിലെ മട്ടുപ്പാവിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ലയോ 14 പാപ്പ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ കാത്തിരുന്ന ജനസഞ്ചയത്തോട് സംസാരിക്കുകയും നഗരത്തിനും ലോകത്തിനുമുള്ള ആദ്യത്തെ ആശീർവാദം നൽകുകയും ചെയ്തു. നിങ്ങൾക്ക് സമാധാനം, പുതിയ പാപ്പ പറഞ്ഞു തുടങ്ങി. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി തന്റെ ജീവൻ അർപ്പിച്ച ഉത്തിതനായ നല്ല ഇടയനായ നമ്മുടെ കർത്താവ് ആദ്യം പറഞ്ഞ വാക്കുകളാണിവ. സമാധാനത്തിന്റെ ഈ ആശംസ നിങ്ങളുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും എല്ലാ ജനതകളിലും അവർ എവിടെയും ആയിരിക്കട്ടെ, ഏത് രാജ്യത്തുമായിരിക്കട്ടെ, ലോകത്താകെ സ്വാധീനിക്കട്ടെ. സമാധാനം നിങ്ങളോട് കൂടെയുണ്ട്. ഇത് ഉത്തിതനായ ക്രിസ്തുവിന്റെ സമാധാനമാണ്. ആയുധമില്ലാത്ത നിരായുധരായിരിക്കുന്ന വിനീതമായ നിലനിൽക്കുന്ന സമാധാനം, ദൈവത്തിൽ നിന്നും വരുന്ന സമാധാനം, നമ്മെ എല്ലാവരെയും ഉപാധികളില്ലാതെ സ്നേഹിക്കുന്ന ദൈവത്തിൽ നിന്നും വരുന്ന സമാധാനം അദ്ദേഹം പറഞ്ഞു. റോമിനെ ആശീർവദിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ ക്ഷീണിതമെങ്കിലും ധീരമായ വാക്കുകൾ നാം ഇപ്പോഴും കേൾക്കുന്നു. ഈസ്റ്റർ പ്രഭാതത്തിൽ റോമിനെ ആശീർവദിച്ച പാപ്പ ലോകത്തെ ആകെ ആശീർവദിച്ച പാപ്പയുടെ ആ ആശീർവാദം പങ്കുവയ്ക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു. അതായത് ഫ്രാൻസിസ് പാപ്പയുടെ സമീപനങ്ങൾ തുടരാൻ താനും ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഫ്രാൻസിസ് പാപ്പയ്ക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നിങ്ങളെ എല്ലാം ദൈവം സ്നേഹിക്കുന്നു. തിന്മ പ്രബലപ്പെടുകയില്ല. നാം എല്ലാം ദൈവത്തിന്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് ഭയപ്പെടാതെ ദൈവവുമായും സഹോദരങ്ങളുമായും കരങ്ങൾ കോർത്ത് നമുക്ക് മുന്നോട്ട് പോകാം. നാം ക്രിസ്തുവിന്റെ അനുയായികളാണ്. നമുക്ക് മുന്നിൽ ക്രിസ്തുവുണ്ട്. ലോകത്തിന് അവിടുത്തെ പ്രകാശം ആവശ്യമാണ്. ദൈവത്തിലേക്കും അവിടുത്തെ സ്നേഹത്തിലേക്കും നയിക്കുന്ന പാലമായി ലോകത്തിന് അവിടുത്തെ ആവശ്യമുണ്ട്. സംവാദത്തിലൂടെയും കണ്ടുമുട്ടലിലൂടെയും പാലങ്ങൾ പണിയുവാൻ ഒരു ജനതയായി കൂട്ടായും എപ്പോഴും സമാധാനത്തിൽ കഴിയുവാൻ നാം ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കും. പുതിയ പാപ്പ ഉറപ്പിച്ചു പറഞ്ഞു. തിന്മ പ്രബലപ്പെടില്ല. നിങ്ങൾക്കൊപ്പം സഭയായി ഐക്യത്തിൽ സഞ്ചരിക്കുന്നതിനും എപ്പോഴും നീതിയും സമാധാനവും തേടുന്നതിനും എപ്പോഴും ഈശോ മിശിഹായോട് വിശ്വസ്തതയുള്ള സ്ത്രീ പുരുഷന്മാരായി വ്യാപരിക്കുന്നതിനും അങ്ങനെ സുവിശേഷം സധൈര്യം പ്രഘോഷിക്കുന്നതിനും മിഷണറിമാരാകുന്നതിനും ഞാൻ സ്വയം സമർപ്പിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. അതായത് പുതിയ പാപ്പ എല്ലാ അർത്ഥത്തിലും മിഷണറി ആയിരിക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കി. റോമായിലെ സഭയെ പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു. ഒരു മിഷണറി സഭയാകുന്നതിന് നമുക്ക് വഴികൾ തേടാം. പാലങ്ങൾ പണിയുന്ന ഒരു സഭ, സംവാദം പ്രോത്സാഹിപ്പിക്കുന്ന സഭ, കരങ്ങൾ തുറന്നു പിടിക്കുന്ന ഈ ചത്വരം പോലെ നമ്മുടെ ഉപവി, നമ്മുടെ സാന്നിധ്യം, സംവാദത്തിനുള്ള സന്നദ്ധത, നമ്മുടെ സ്നേഹം എല്ലാം ആവശ്യമുള്ളവരെ സ്വാഗതം ചെയ്യുന്നതിന് എപ്പോഴും തുറവിയുള്ളതും ആയ ഒരു സഭ. ഞാനൊരു അഗസ്റ്റീനിയനാണ്. നിങ്ങളോട് ഒപ്പം ഞാൻ ഒരു ക്രൈസ്തവനാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു മെത്രാനും എന്ന് ഒരിക്കൽ പറഞ്ഞ വിശുദ്ധ അഗസ്റ്റീനോസിന്റെ ഒരു പുത്രൻ. ഈ അർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും ദൈവം നമുക്കായി ഒരുക്കിയിട്ടുള്ള മാതൃ രാജ്യത്തിലേക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. നമുക്ക് ഒരു സിനഡൽ സഭയാകണം. മുന്നോട്ട് പോകുന്ന സഭ, എപ്പോഴും സമാധാനം തേടുന്ന സഭ, ഉപവി തേടുന്ന സഭ.
എപ്പോഴും എല്ലാവർക്കും സർവോപരി വേദനിക്കുന്നവനോട് ചേർന്നു നിൽക്കുന്ന സഭ. ഇന്ന് പോംബെയിലെ മാതാവിനോടുള്ള പ്രാർത്ഥനയുടെ ദിനമാണ്. നമ്മുടെ അമ്മ മറിയം എപ്പോഴും നമുക്കൊപ്പം നടക്കാൻ ആഗ്രഹിക്കുന്നവളാണ്, നമ്മോട് അടുത്തിരിക്കുവാൻ ഇഷ്ടപ്പെടുന്നവൾ, അവളുടെ മാധ്യസ്ഥത്തിലൂടെയും സ്നേഹത്തിലൂടെയും നമ്മെ സഹായിക്കുന്നവൾ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തന്റെ മരിയ ഭക്തിയും അദ്ദേഹം വ്യക്തമാക്കി. 9 രാവിലെ സിസ്റ്റൈൻ ചാപ്പലിൽ കർദിനാൾമാരോടൊത്ത് ബലിയർപ്പിച്ച പാപ്പ ദിവ്യബലിക്കിടയിലെ സുവിശേഷ പ്രസംഗത്തിൽ പറഞ്ഞു, ഈ കുരിശു വഹിക്കുവാനും ഈ ദൗത്യത്താൽ അനുഗ്രഹീതരാകുവാനും നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു. നമുക്ക് സഭയായി ഈശോയുടെ കൂട്ടുകാരുടെ സമൂഹമായി സുവാർത്ത പ്രഘോഷിക്കുന്ന മിഷണറിമാരായി മുന്നോട്ട് പോകാം. പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തെ കുറിച്ചുള്ള സുവിശേഷ ഭാഗത്തെ അധികരിച്ച് 2000 വർഷം മുമ്പ് സഭയ്ക്ക് കൈമാറപ്പെട്ട ഈ പൈതൃകം സഭ ശ്ലൈഹിക പിന്തുടർച്ചയിലൂടെ കാത്തു സൂക്ഷിക്കുകയും ആഴപ്പെടുത്തുകയും ചെയ്തു. അപ്പസ്തോലന്മാരുടെ രാജകുമാരന്റെ പിൻഗാമിയാകുവാൻ നിങ്ങളുടെ തിരഞ്ഞെടുപ്പിലൂടെ എന്നെ വിളിച്ച് ദൈവം എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കുന്നതിനുള്ള നിധി എന്നെ ഭരമേൽപ്പിക്കുകയും അവിടുത്തെ സഹായത്തിലൂടെ അവിടുത്തെ ഭൗതിക ശരീരമായ സഭയുടെ നന്മയ്ക്കായി വിശ്വസ്തനായ ഭരണാധികാരിയാകുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അന്ന് തന്നെ കർദിനാൾമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞു, പ്രിയ കർദിനാൾമാരെ, നിങ്ങളാണ് മാർപ്പാപ്പയുടെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകർ. എന്റെ പരിമിതമായ ശേഷികൾക്ക്, നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ ശേഷികൾക്ക് ഏറെ അപ്പുറമുള്ള ഈ നുകം സ്വീകരിക്കുന്നതിന് അത് എനിക്ക് വലിയ ധൈര്യമായിരുന്നു. ഈ ദൗത്യം എന്നെ ഭരമേൽപ്പിച്ച കർത്താവ് അതിന്റെ ചുമതലകൾ പേറുന്നതിന് എന്നെ ഒറ്റയ്ക്കയക്കില്ലെന്ന് നിങ്ങളുടെ സാന്നിധ്യം എന്നെ ഓർമ്മിപ്പിക്കുന്നു. പ്രസംഗത്തിന്റെ അവസാനത്തിൽ പ്രീ കോൺക്ലേവ് ദിനങ്ങളിലെ ചർച്ചകളിൽ കർദിനാൾമാർ ഉയർത്തിയ നിർദ്ദേശങ്ങളെക്കുറിച്ച് പാപ്പ വീണ്ടും ആരാഞ്ഞു, അവരുമായി ചർച്ച നടത്തി. ലെയോ പാപ്പ മെയ് 12 രാവിലെ 11 വത്തിക്കാനിലെ പോൾ ആറാമൻ ഹാളിൽ മാധ്യമപ്രവർത്തകരുമായി ആദ്യത്തെ കൂടിക്കാഴ്ച നടത്തി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 6000-ഓളം മാധ്യമപ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുത്തു. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന സുവിശേഷ വചനം ഉദ്ധരിച്ചുകൊണ്ട് സമാധാനത്തിനായി പ്രവർത്തിക്കുവാൻ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ ആഹ്വാനം ചെയ്തു. പരസ്പരം അകറ്റുന്ന ആശയങ്ങൾക്കും ഐക്യത്തിന് വിഘാതമായി നിൽക്കുന്ന ഘടകങ്ങളായ ബാബേൽ ഗോപുരത്തിന് പുറത്തേക്ക് നമ്മെ നയിക്കുന്ന മഹത്തായ ശുശ്രൂഷയാണ് സത്യസന്ധമായ പത്രപ്രവർത്തനം എന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. വാർത്തകളുടെ വിതരണം മാത്രമല്ല പത്രപ്രവർത്തനം, മാനവിക ഐക്യത്തിലേക്ക് നയിക്കുന്ന ചർച്ചകളുടെയും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കൂടിയാണത്. ഇന്നത്തെ കാലഘട്ടത്തിലെ അത്യന്താപേക്ഷിതമായ മിഷണറി പ്രവർത്തനമാണത്. ഞാൻ നിർമ്മിത ബുദ്ധിയെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അതിന്റെ അനന്ത സാധ്യതകൾ ലോക നന്മയ്ക്കായി ഉത്തരവാദിത്തപരമായി വിനിയോഗിക്കപ്പെടണം. കഠിനമായ വെല്ലുവിളികളുടെ നാളുകളാണിത്. അവയിൽ നിന്ന് ഒളിച്ചോടുക സാധ്യമല്ല. പരിമിതികളിൽ ഒളിച്ചിരിക്കാതെ ഉത്തരവാദിത്തം മനസ്സിലാക്കി മുന്നോട്ടു പോകണം. വാർത്താവിനിമയവും പത്രപ്രവർത്തനവും കാലാതീതമല്ല. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് പോലെ, നാം നന്നായി ജീവിച്ചാൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം നല്ലതാവും. നാം ജീവിക്കുന്ന കാലഘട്ടം നമ്മൾ തന്നെയാണ്. എല്ലാവിധ തീവ്ര നിലപാടുകളിൽ നിന്നും വെറുപ്പിൽ നിന്നും പത്രപ്രവർത്തനത്തെ വിമുക്തമാക്കാം എന്ന ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ മറക്കരുത്. അക്രമോത്സുകമായ പത്രപ്രവർത്തനം പരസ്പരം അകറ്റും. മറ്റുള്ളവരെ ശ്രവിക്കുന്ന ശബ്ദമില്ലാത്തവരുടെ ശബ്ദം സമൂഹത്തിൽ കേൾപ്പിക്കുന്ന മാധ്യമങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്കാദ്യം വാക്കുകളെ നിരായുധീകരിക്കാം. അപ്പോൾ ലോകം നിരായുധീകരിക്കപ്പെടും. അക്രമവും അനീതിയും ദാരിദ്ര്യവും തുടച്ചു നീക്കുന്ന, മനുഷ്യമഹത്വവും ഉയർത്തിപ്പിടിക്കുന്ന മാധ്യമപ്രവർത്തകരെ ലോകം കാത്തിരിക്കുന്നു. സമാധാനം നിറഞ്ഞ ഒരു ലോകത്തെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരുപാട് മനുഷ്യർ നിങ്ങളെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. അവർക്ക് വേണ്ടി മനസ്സാക്ഷിയുടെ നിലപാടുകൾ എടുക്കുക, പാപ്പ ആഹ്വാനം ചെയ്തു. കത്തോലിക്ക സഭയുമായി സമ്പൂർണ്ണ കൂടിക്കാഴ്ചയിലായ 23 പൗരസ്ത്യ വ്യക്തിസഭകളുടെ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുത്ത ലെയോ പാപ്പ മെയ് 14 അവരുടെ സമ്മേളനത്തിൽ പറഞ്ഞു, നിങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന അനന്യവും മഹത്തരവുമായ പാരമ്പര്യം ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചും സിനഡാലിറ്റിയെക്കുറിച്ചും ലിറ്റർജിയെക്കുറിച്ചും പങ്കുവയ്ക്കുവാനുള്ള പാഠങ്ങൾ എല്ലാം ഏറെ അമൂല്യങ്ങളാണ്. സഭയുടെ ആദിമ പിതാക്കന്മാർ, സുനഹദോസുകൾ, താപസ ജീവിതം എല്ലാം സഭയുടെ അമൂല്യ നിധികളാണ്. ദൈവത്തിന്റെ അമൂല്യമായ സമ്മാനമാണ് നിങ്ങൾ. ആരാധനയ്ക്കായി നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ഭാഷ തന്നെ ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ. 1 നൂറ്റാണ്ട് മുമ്പ് ലെയോ 13 പാപ്പ പറഞ്ഞു, പൗരസ്ത്യ സഭകളെ പരിരക്ഷിക്കേണ്ടത് നാം കരുതുന്നതിനേക്കാൾ സുപ്രധാനമാണ്.
ഒരു പൗരസ്ത്യ കത്തോലിക്കനെ ലത്തീൻ കത്തോലിക്കനാക്കുവാൻ പരിശ്രമിക്കുന്ന മിഷണറി അക്കാരണം കൊണ്ട് തന്നെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെടേണ്ടതാണ്. പൗരസ്ത്യ സഭകളെ കാത്തു സൂക്ഷിക്കുന്നതിനുള്ള ഈ പ്രതിബദ്ധത തുടരും. ലയോ 14 പാപ്പ പറഞ്ഞു. എന്റേതായ ഒരു യോഗ്യതയും ഇല്ലാതെയാണ് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. മെയ് 11 സ്ഥാനാരോഹണത്തിന് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഭീതിയും വിറയലും മാറാതെ ഒരു സഹോദരനായാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും ദാസനാകാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരനായി ദൈവസ്നേഹത്തിന്റെ പാതയിൽ നിങ്ങളോടൊപ്പം നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ എല്ലാവരും ഒരു കുടുംബത്തിൽ ഒന്നായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇത് സ്നേഹത്തിന്റെ സമയമാണ്. സ്നേഹത്തിന്റെ പാലങ്ങൾ തീർത്ത് പരസ്പരം സ്നേഹിക്കുന്ന ഒരു ലോകത്തെ നമുക്ക് സൃഷ്ടിക്കാം. യുദ്ധം മൂലം കഷ്ടപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കാം. സംഘർഷങ്ങൾ ഒഴിവാക്കി സഹജീവികളെ മനസ്സിലാക്കി ജീവിക്കാം. ദരിദ്രരെ പാർശ്വവൽക്കരിക്കരുത്. ലയോ മാർപ്പാപ്പ പറഞ്ഞു തുടങ്ങുകയാണ്. ഒരു പുതുയുഗം തുടങ്ങുകയാണ്. 69കാരനായ ലയോയിൽ നിന്നും ലോകത്തിന് ഏറെ പ്രതീക്ഷിക്കാം. വിവായിൽ പാപ്പ. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ഭീകരതയ്ക്കെതിരായ പ്രചരണവുമായി ഭാരതം 33 രാജ്യങ്ങളിലേക്ക് പ്രതിനിധികളെ അയക്കുന്നത് വലിയ ലക്ഷ്യങ്ങളോടെയാണ്. ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരമോ താൽക്കാലികമോ ആയ അംഗ രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയുടെ സാന്നിധ്യമുള്ള രാജ്യങ്ങളും മുതൽ പ്രധാന അറബ് രാജ്യങ്ങൾ, ASEAN രാജ്യങ്ങൾ എന്നിവ തിരഞ്ഞെടുത്തത് വളരെ ശ്രദ്ധയോടെയാണ്. പാകിസ്ഥാനെ സഹായിക്കുന്ന രാജ്യങ്ങളിലേക്ക് ഇന്ത്യ പ്രതിനിധികളെ അയക്കുന്നില്ല. UN രക്ഷാസമിതിയിലെ 15 രാജ്യങ്ങളിൽ 3 അങ്ങനെ ഒഴിവാക്കപ്പെട്ടു. US, UK, ഫ്രാൻസ്, റഷ്യ എന്നീ സ്ഥിരം രാജ്യങ്ങളിലേക്കും അൾജീരിയ, ഗ്രീസ്, ഡെൻമാർക്ക്, ഗയാന, പനാമ, ദക്ഷിണ കൊറിയ, സിയറ ലയോൺ, സ്ലൊവേനിയ എന്നീ രാജ്യങ്ങളിലും ഇന്ത്യയുടെ പ്രതിനിധികൾ എത്തും. അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ പങ്ക് ഉയർത്തിക്കാട്ടുകയും ഇന്ത്യക്കുള്ള പിന്തുണ വർദ്ധിപ്പിക്കുകയും പാകിസ്ഥാനെതിരെ ആഗോള സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയുമാണ് ലക്ഷ്യം. സിന്ധു നദീതട ജലകരാർ റദ്ദാക്കിയതിന് കാരണവും വിശദീകരിക്കും. പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കൾക്ക് പുറമെ വിദേശ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും മുൻ നയതന്ത്ര വിദഗ്ധരും ദൗത്യ സംഘത്തിലുണ്ട്. 7 പ്രതിനിധി സംഘങ്ങളാണ് യാത്ര തിരിക്കുന്നത്. 59 അംഗങ്ങളാണ് സംഘത്തിലുള്ളത്. 2 ആഴ്ചയാണ് സന്ദർശന കാലാവധി. നയതന്ത്രപരമായ വലിയ നീക്കമാണ് ഭാരതം നടത്തുന്നത്. സംഘത്തിലേക്ക് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിൽ BJP നടത്തിയ കളിയിൽ കോൺഗ്രസിന് വലിയ അടിയാണ് കിട്ടിയത്. ശശി തരൂരിനെ സംഘത്തിൽ അംഗമാക്കിയതിൽ കോൺഗ്രസ് അതൃപ്തി പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തെ സംഘത്തോട് ഒപ്പം അയക്കുകയും ചെയ്തതാണ് കോൺഗ്രസിന് തിരിച്ചടിയായത്. ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും എടുക്കുന്ന നിലപാടുകൾ BJPക്കാർ അല്ലാത്തവരിൽ നിന്ന് വരെ ഏറെ വിമർശനം വിളിച്ചു വരുത്തുന്നുണ്ട്. വഖഫ് നിയമ ഭേദഗതിയെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട കേസുകളിൽ ഉറച്ച നിലപാടുമായി സർക്കാർ കോടതിയിലെത്തി. വഖഫ് ഇസ്ലാമിക സങ്കല്പമാണെങ്കിലും അനിവാര്യമായ മതാചാരം അല്ലെന്നും ഇസ്ലാമിലെ ചാരിറ്റിയാണ് വഖഫ് എന്നും ദാനധർമ്മത്തെ എല്ലാ മതവും അംഗീകരിക്കുന്നുണ്ടെന്നും ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരു മതത്തിന്റെയും അവശ്യ നയമായി കാണാനാവില്ലെന്നും സർക്കാർ നിലപാടെടുത്തു. ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ്, മസിഹ് എന്നിവരുടെ ബെഞ്ചാണ് കേസ് കേൾക്കുന്നത്. പുതിയ നിയമം നടപ്പായാൽ സമുദായ അവകാശങ്ങളെ ആകെ ഇല്ലാതാക്കും എന്നും അതിലൂടെ അപരിഹാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഹർജിക്കാർ വാദിച്ചു. വഖഫ് മതേതര പ്രവൃത്തിയല്ല, ദൈവത്തിന് നൽകുന്ന മുസ്ലിം സ്വത്താണ്. സർക്കാർ ഭൂമിയിലെ വഖഫ് സ്വത്ത് സംബന്ധിച്ച തീരുമാനം സർക്കാർ ഉദ്യോഗസ്ഥൻ എടുക്കുന്നത് ശരിയല്ല. ഒരിക്കൽ വഖഫ് ആയാൽ എന്നും വഖഫ് എന്ന തത്വം ലംഘിക്കപ്പെടും. രജിസ്റ്റർ ചെയ്യാത്ത വഖഫ് സ്വത്ത് പുതിയ നിയമം അനുസരിച്ച് വഖഫ് ആകില്ല. പുതിയ നിയമപ്രകാരം ഉപയോഗം കൊണ്ട് വഖഫായ സ്വത്തുക്കൾ ആരാണ് വഖഫാക്കിയത് എന്ന് പറയണം. പുരാതനമായ പല വസ്തുക്കളുടെയും കാര്യത്തിൽ ഇത് സാധ്യമല്ല. വഖഫ് സ്വത്ത് സംരക്ഷിത സ്മാരകം ആയാലും വഖഫ് അല്ലാതാകില്ല. സംരക്ഷിത സ്മാരകങ്ങൾ വഖഫ് ആകില്ലെന്നത് മുസ്ലിമുകളുടെ മൗലിക അവകാശ ലംഘനമാണ്. കേന്ദ്ര വഖഫ് കൗൺസിലിലും സംസ്ഥാന ബോർഡുകളിലും അമുസ്ലിമുകളെ അംഗങ്ങളാക്കുന്നത് തെറ്റാണ്. പുതിയ നിയമം അനുസരിച്ച് വഖഫ് ബോർഡ് CEO അമുസ്ലിം ആകാം. കൗൺസിലിൽ 11 അംഗങ്ങളും. നേരത്തെ അംഗങ്ങളെ തെരഞ്ഞെടുത്തിരുന്നത് ഇപ്പോൾ നോമിനേഷനാക്കി. തർക്കമുള്ള വസ്തുക്കൾ രജിസ്റ്റർ ചെയ്യാനാവില്ലെന്ന വ്യവസ്ഥയും ശരിയല്ല.
സർക്കാർ ചൂണ്ടിക്കാട്ടുന്നതനുസരിച്ച് വഖഫ് സ്വത്തുകൾ പണ്ടേ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. 1923-ലെയും 1954-ലെയും നിയമത്തിൽ ഇതുണ്ട്. പുതിയ നിയമം ഇതിനായി 6 മാസം നൽകുന്നുണ്ട്. ഉപയോഗത്തിലൂടെ വഖഫാകുന്ന വ്യവസ്ഥ മൗലികാവകാശമല്ല. വഖഫ് ബോർഡുകൾ നടത്തുന്നത് മതേതര പ്രവർത്തനമാണ്. സ്വത്തുക്കൾ നോക്കി നടത്തുക, രജിസ്റ്ററുകൾ സൂക്ഷിക്കുക, അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യുക എന്നിവയാണ് ചുമതലകൾ. സ്വത്തുക്കളുടെ വിനിയോഗം നിയമപരം ആകണം. അതുകൊണ്ട് അമുസ്ലിമുകൾ ബോർഡിൽ വരുന്നതിൽ തകരാറില്ല. അത് മതാചാരങ്ങളെ ബാധിക്കില്ല. വഖഫ് നോക്കി നടത്തുന്ന മുത്തവല്ലി മതപരമായ പദവിയല്ല. സർക്കാർ ഏകപക്ഷീയമായി സ്വത്ത് പിടിച്ചടക്കില്ല. സർക്കാർ ഭൂമിയിലാണോ വഖഫ് എന്നത് സംബന്ധിച്ച ഉദ്യോഗസ്ഥ അന്വേഷണം തീരുന്നതുവരെ ഭൂമിയെ വഖഫായി കണക്കാക്കില്ലെന്നത് റവന്യൂ രേഖകളിലെ വിഷയമാണ്. റവന്യൂ രേഖകളിൽ വഖഫ് ഭൂമി എന്ന് കണ്ടാൽ വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കാം. സർക്കാർ ഭൂമി എന്ന് കണ്ടെത്തിയാൽ സർക്കാരിന് ഉടമസ്ഥാവകാശം വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം. ഹിന്ദു എൻഡോവ്മെന്റുകളും വഖഫും ഒരുപോലെയല്ല. ഹിന്ദു എൻഡോവ്മെന്റുകൾ പൂർണ്ണമായും മതപരമാണ്. വഖഫ് അങ്ങനെയല്ല. വാദം പൂർത്തിയായാൽ നിയമം കോടതി സ്റ്റേ ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയാനാവും. ഷിലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.